കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടം തകർന്നു. കനത്ത മഴയിലാണ് കെട്ടിടം തകർന്നത്. വിവരങ്ങളുമായി സാജിദ് അജ്മൽ ചേർന്നു. സാജിദ്, എപ്പോഴാണ് ഈ കെട്ടിടം തകർന്നത്? എന്താണ് കെട്ടിടം തകരാനുള്ള കാരണം? ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം നിൽക്കുന്ന ഭാഗമാണ്. പ്രാഥമികമായി ആരും തന്നെ ഈ കെട്ടിടത്തിനകത്ത് അകപ്പെട്ടിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ആ കെട്ടിടം ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ തകർന്ന് വീണിട്ടുണ്ട്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ മുൻപിലുള്ള ട്രാക്കിൽ നമുക്ക് ഒരു ട്രെയിനും കാണാം. അതിന് സൈഡിലൂടെയാണ് ഈ കെട്ടിടം തകർന്ന് വീണിരിക്കുന്നത്. വലിയ ഉയരത്തിലുള്ള കെട്ടിടം തകർന്ന് താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. ആ സമയത്ത് അതിന് മറ്റ് സമീപത്തെല്ലാം തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഈ പ്രാഥമികമായി ഫയർഫോഴ്സിൽ നിന്നും പോലീസിൽ നിന്നുമെല്ലാം തന്നെ ലഭിക്കുന്നത്. ഈ കെട്ടിടം കാലപ്പഴക്കം ചെന്ന് അത് പൊളിച്ചു മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, കെട്ടിടം തകരുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ അതിശക്തമായ മഴയുണ്ട്. കാലപ്പഴക്കം ചെന്ന കെട്ടിടമായതുകൊണ്ട് തന്നെ അതിലേക്ക് ശക്തമായ മഴ കൂടി പെയ്തതോടുകൂടി കെട്ടിടം തകരുകയായിരുന്നു. ആളപായമില്ല എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിടത്തിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നു എന്ന് പറയുന്നപ്പോൾ അത് റെഡിയാക്കാനുള്ള സംവിധാനങ്ങൾ, സജ്ജീകരണങ്ങളൊന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലേ? ഈ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഉൾപ്പെടെ പൊളിച്ചു മാറ്റി പുതുതായി നിർമ്മിക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ ഉയരത്തിൽ റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് നിന്നാണ് ആ കെട്ടിടത്തിന്റെ ഭാഗം തകർന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് പതിച്ചത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അവിടെ ട്രെയിനും നിർത്തിയിട്ടിട്ടുണ്ട്. ഇതിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. ഈ സാധാരണഗതിയിൽ ഈ കോഴിക്കോട് പോലെയുള്ള വലിയൊരു റെയിൽവേ സ്റ്റേഷനിൽ നിരവധി യാത്രക്കാർ ഉണ്ടാകാറുണ്ട്. ഈ സമയത്ത് അവിടെ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതും ആ തകർന്ന ഈ മൺകൂനയും കല്ലും കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളും എല്ലാം തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് സംഘവും പോലീസ് ഉദ്യോഗസ്ഥരും RPFന്റെ ഉദ്യോഗസ്ഥരും അടക്കം ഈ സംഭവ സ്ഥലത്ത് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാജിദ്, അതുപോലെ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പൊ അത് നീക്കം ചെയ്യാനുള്ള നടപടികളൊക്കെ തുടങ്ങിയോ? നീക്കം ചെയ്യാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. അത് ഈ മറ്റ് സംവിധാനങ്ങൾ, യന്ത്ര സംവിധാനങ്ങൾ കൂടി എത്തിച്ച് എത്രയും പെട്ടെന്ന് ഈ മണ്ണ് മാറ്റാനുള്ള സംവിധാനത്തിലേക്ക് പോകും. എന്തായാലും ഈ റെയിൽവേ സ്റ്റേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഈ മുകളിൽ തട്ടിൽ നിന്ന് കെട്ടിടം താഴ്ചയിലേക്ക് കുത്തുകയായിരുന്നു. ഇവിടെ യാത്രക്കാർ ആ സമയത്ത് ഇതിന് തൊട്ട് താഴെയായി ഇല്ലായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. സാധാരണഗതിയിൽ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നിരവധി ആളുകൾ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. അവിടെയാണ് അപകടം ഉണ്ടായത്. ശക്തമായ മഴയിൽ ഈ കെട്ടിടം തകർന്ന് താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ഈ റെയിൽവേക്കും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിനുമുള്ള പ്രാഥമിക വിവരം അനുസരിച്ച് നിലവിൽ ആളപായം ഇല്ല എന്നുള്ളതാണ്. ആളപായം ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിലേക്ക് പോകും. നമുക്കറിയാം, ഈ പ്ലാറ്റ്ഫോമിൽ നിരവധി ആളുകൾ ട്രെയിൻ കാത്ത് നിൽക്കാറുണ്ട്. അതിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണ് വലിയ തോതിൽ വന്ന് വീണിരിക്കുന്നത്. ആ കെട്ടിടാവശിഷ്ടങ്ങളും മറ്റും നമുക്ക് കാണാം. നമ്മുടെ സംഘം ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ അപകട സ്ഥലത്ത് എത്തും.